അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ റിസപ്ഷനൊക്കെ ആയിട്ട് നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടില്ലേ. അപ്പോൾ കല്യാണത്തിന് നമ്മൾ അബായൊക്കെയാണ് ഇട്ടത്. ഇന്ന് ഇപ്പോൾ ഗൗണാട്ടോ, ചുരിദാറല്ല ഗൗണാണ്. ഗൗണും ഇങ്ങനെ ഷോളും ഇച്ചിരി തിളക്കൊക്കെ കൂടുതലാണ്. പർദ്ദ അമ്പായിട്ടപ്പോൾ എല്ലാവരും ഭയങ്കര സിമ്പിളായിപ്പോയി എന്നാണ് പറഞ്ഞേട്ടോ. ഇതിപ്പോൾ അപ്പോൾ അങ്ങനെ കേട്ടോ ഒരു കോൾ കയറുക. നമ്മൾ ഇച്ചിരി വഴി എന്ന് പറഞ്ഞാൽ 6 to 9 10 റിസപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് അപ്പം അബായ കേട്ടോ. എനിക്ക് അബായ അത് ഭയങ്കര ഇഷ്ടമാണ്. അബായ പിള്ളേർക്കൊക്കെ എല്ലാവരും നിന്ന് കണ്ടവർക്കൊക്കെ ഭയങ്കര സിമ്പിളായിപ്പോയി എന്നുള്ളൊരു ഇതാണ്. കാരണം ഞാനിങ്ങനെ ഇച്ചിരി തിളക്കമൊക്കെ ഇടുന്ന ടൈപ്പാണല്ലോ. ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഫാമിലി മൊത്തം ഞാൻ ഇച്ചിരി തിളക്കം അതിലുണ്ടെങ്കിലാണ് അത് സൂപ്പറാവുള്ളൂ. പക്ഷേ എനിക്ക് ആ ഒരു അബായ വേണമായിരുന്നു. ഈ കല്യാണത്തിന് ചുരിദാറൊക്കെ എടുത്താലും ഞാൻ പിന്നീട് ഇടൂല. അപ്പം അന്നേരം അങ്ങനെ ഇരിക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചുരിദാറൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഗൗണ് ഇതൊക്കെ ഇടും. പിന്നെ അബായാണ് പർദ്ദയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നിസായാണ് ഇപ്പോൾ പുതിയാപ്പിളുടെ വീട്ടിലേക്ക് പെണ്ണ് വന്നൂലോ. വന്ന വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ ഓടുന്നുണ്ട്, കണ്ടു നോക്ക്. അപ്പോൾ ആ പുതിയണ്ണിനെ ഒരുക്കണത് നിസാമോൾ കേട്ടോ. അപ്പോൾ അത് കാരണം അവൾ അങ്ങോട്ട് ഒരുക്കാൻ പോയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇച്ചിരി വഴിയേക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ എൻ്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ആലുവ എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പേര് എൻ്റെ കൊച്ചി എന്നുള്ളത് ഒക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ച് പേരൊക്കെ കാണിക്കാം കേട്ടോ. എല്ലാവരും ഒന്നും വന്നില്ല എന്ന് തോന്നുന്നു, കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, എന്നാലും പറ്റുന്നവരൊക്കെ എടുക്കാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ നമ്മുടെ വിശേഷങ്ങൾ. ഇതാണ് നമ്മുടെ റിസപ്ഷൻ നമ്മൾ തകർക്കാണ് സൂപ്പറായിട്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണോട്ടെ. ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഹാളിലേക്ക് കയറി എല്ലാവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. കാരണം വീഡിയോ എടുക്കാനോ ഫോൺ ഓണാക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഒന്നുമില്ല, എൻ്റെ കയ്യിലൊക്കെ പറ്റേ. ഓക്കെ, പിന്നെന്താ ഇവരെയൊക്കെ കണ്ട സന്തോഷത്തിൽ നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എയറിൽ നടക്കണ പോലെയായിരുന്നു. പിന്നെ ഞാൻ കാരണം ഒരുപാട് നാൾ കൂടി കാണുന്നവരും നമ്മൾ വിളിച്ചിട്ട് വന്നവരും ഒക്കെ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവരെ എടുത്ത് പറയുന്നില്ല, കാണിക്കുന്നുമില്ല കേട്ടോ. ഇതിലെവിടേക്കും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെയാണ് വന്നത്. അപ്പോൾ അവരെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാ ഇവിടെ ആബിത്തായും ഇസാനായും എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ അടുത്തും ഒരു മിന്നായം പോലെ പോയിരുന്നല്ലാതെ പിന്നെ ഇതാ ഐശ്വര്യത്തായ കേട്ടോ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ എളിമാടെ മോളുമാണ്. അളിയൻ്റെയും സ്വന്തക്കാർ 2 ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ അളിയനും ഇത്തായൊക്കെ ആയിട്ട് നിന്ന് വീഡിയോ ഫോട്ടോ എടുക്കില്ല. എനിക്ക് ഫോട്ടോ വരില്ല, എനിക്ക് എപ്പോഴും ഈ വീഡിയോയാണല്ലോ ഞാനിങ്ങനെ ഉണക്കി വെച്ചേക്കുന്നത്. അത് കാരണം എല്ലാവരുടെ കൂടെ നിന്നും വീഡിയോ എടുക്കില്ല കേട്ടോ. അങ്ങനെ കുറേ പേരെ കണ്ടു. കുറേ നാളുകൾക്ക് ശേഷം കണ്ടവരും നമ്മൾ വിളിച്ചവരും ഒക്കെ കേട്ടോ. നല്ലൊരു രസമാണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും ഒന്ന് കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടി. നിസാമോളുടെയൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ പഠിച്ചോനെ ഞാൻ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഓടി നടക്കണ്ടേ. എല്ലാത്തിനും ഞാൻ തന്നെ, എല്ലാവരും എനിക്ക് ചുറ്റിനുണ്ട്, എന്നാലും മെയിനായിട്ട് ഞാൻ തന്നെ എല്ലാത്തിനും ഓടി നടക്കണ്ടേ. എനിക്ക് ഇപ്പോഴേ അത് ഓർക്കുമ്പോൾ ടെൻഷനാട്ടോ. സത്യത്തിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെയാട്ടോ കൂടുതൽ ചിന്തിക്കണേ. ഞാൻ ഒറ്റയ്ക്കല്ലേ അങ്ങനെ എല്ലാവരും. അപ്പോൾ ഇത് കാണുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കും നീ ഒറ്റയ്ക്കല്ലേ എന്ന് പറയുന്നുണ്ടായല്ലോ എന്ന്. പക്ഷെ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഉണ്ട്. എന്നാലും നിങ്ങൾക്കറിയാലോ ഞാൻ ഒറ്റയ്ക്കാണെന്ന്. അപ്പോൾ എനിക്കത് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ആ ഒരു വിഷമമായിരുന്നു. നിസാളുടെയൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴും ഇങ്ങനെ ഞാൻ ഓടി നടക്കണ്ടേ, അങ്ങനെ എന്തോ ഒരു ടെൻഷൻ, എന്തോ ഒരു ഇത് എല്ലാ സമയത്ത് തന്നെ നടക്കും. അതിൻ്റേതായ രീതിയിൽ അങ്ങനെ നടന്നു പോവും. അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെന്താ
കഴിഞ്ഞ 2 വീഡിയോ ഇട്ടതിന് എനിക്ക് കോപ്പിറൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അത് കാരണം ഇതിന് വോയിസ് കൊടുക്കാം, ചെറിയ മ്യൂസിക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 3 കോപ്പിറൈറ്റ് അടുപ്പിച്ച് വരാൻ പാടില്ല അങ്ങനെയാട്ടോ. 2 എന്തായാലും ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ അതിന് പാട്ട് കൊടുത്തില്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഭംഗി കിട്ടുകയുമില്ല അങ്ങനെ. പിന്നെ റിസപ്ഷൻ ഇട്ട ഡ്രസ്സ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. അബായയിൽ വർക്കൊന്നും ഇല്ലാത്തതിൻ്റെ കുറവ് ഇതിലെന്തായാലും നേർന്ന് കിട്ടിയിട്ടുണ്ട്. എടുക്കട്ടെ, അല്ലാണ്ട് കിട്ടൂല.
നമ്മുടെ ഡ്രസ്സ് ഞാൻ പറയും പോലെ കണ്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഇരിക്കാണെന്ന് നസീർഖാനോട് പറഞ്ഞില്ല, ജാസിനോട് പറയാൻ പറഞ്ഞു. ജാസി പോണ്ടാ ചോദ്യ അമ്മയമ്മയും പോവാ ചിരിച്ചുകൊണ്ട് കരഞ്ഞു കാണിച്ചുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത്. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കാണാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കേ.